ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ISO സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്. പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകി വരാറുള്ളത്. ശ്രീ ശ്രീകുമാർ അതിന്റെ വിശദമായ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു. ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉതകുന്ന എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെയുണ്ട്. ഞങ്ങൾ കയറി കണ്ടതാണ്. ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് പിടിച്ചാൽ അവരെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള കൌൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഓഫീസ്, അതോടൊപ്പം എല്ലാ സംവിധാനങ്ങളും ഇവിടെ വന്നാൽ, ഈ ഓഫീസിൽ വന്നാൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സംവിധാനമാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ജില്ലാ പോലീസ് ഓഫീസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയാൻ കാരണം. ഇന്ന് കേരള പോലീസ് ഒരു പുതിയ പദ്ധതി ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി, മൈ പോലീസ് സ്റ്റേഷൻ. എല്ലാവർക്കും തോന്നണം തങ്ങളുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷൻ എന്റെ പോലീസ് സ്റ്റേഷനാണ്. ഇറ്റ് ഈസ് മൈ പോലീസ് സ്റ്റേഷൻ. എന്റെ പോലീസ് സ്റ്റേഷനാണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന സേവനം മെച്ചമാകണം. ഞങ്ങൾ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നന്നായി വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശം കൊടുത്ത എല്ലാ പോലീസ് സ്റ്റേഷനും ഇപ്പോൾ വൃത്തിയാക്കി, സ്റ്റേഷന്റെ മുന്നിലുണ്ടായിരുന്ന എല്ലാ തുരുമ്പ് പിടിച്ച വാഹനങ്ങളും തൂക്കി വിറ്റ് അതിന്റെ കാശ് ഗവൺമെന്റിലേക്ക് അടച്ച് പരിസരങ്ങൾ ശുചീകരിച്ച് പോലീസ് സ്റ്റേഷനുകൾ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി അവിടെ വരുന്ന ജനങ്ങൾക്ക് ഇരിക്കാൻ കസേര അല്ലെങ്കിൽ ബെഞ്ച്, കുടിക്കാൻ വെള്ളം, ഇത്തരമുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് സ്റ്റേഷനിൽ ഇനി ഓഗസ്റ്റ് 15 മുതൽ ഉണ്ടാകും. അതുപോലെ പോലീസ് സ്റ്റേഷന്റെ ചുമതല, SHOയുടെ ചുമതല SIക്കായിരിക്കും. CIയുടെ ചുമതല പഴയതുപോലെ 3-4 സ്റ്റേഷനുകളുടെ മേൽനോട്ട ചുമതലയായിരിക്കും. 63 പോലീസ് സ്റ്റേഷനുകളിൽ SHOമാർ സ്ത്രീകളായിരിക്കും SHOമാർ. അതുപോലെ തന്നെ പോലീസിൽ വരുന്ന പരാതികളുമായി വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അവർക്ക് ഭയം കൂടാതെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ കഴിയണം, അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം, അതിന് പരിഹാരമുണ്ടാകണം. സമയബന്ധിതമായി പെറ്റീഷൻ ഡിസ്പോസൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് അവർ 10-15 തവണ കയറി ഇറങ്ങി നടന്നാലും ഒരു പരിഹാരം ഉണ്ടാകാത്ത അവസ്ഥ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആളുകളുടെ ഏറ്റവും വലിയ പരാതി, സാറേ ഞാൻ പരാതി കൊടുത്തു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. പരാതി കൊടുക്കുമ്പോൾ ചിലത് പരിഹരിക്കാൻ കഴിയുന്നതാണ്, ചിലത് പരിഹരിക്കാൻ കഴിയാത്തതുണ്ട്. അവർക്കൊരു ഉത്തരം അവിടെ നിന്ന് കിട്ടണം. ഇത് എത്രയും പെട്ടെന്ന് ആ പരാതി അന്വേഷിച്ച് കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്ന സ്പീഡി ഇംപ്ലിമെന്റേഷനാണ്, സ്പീഡായിട്ടുള്ള ഡിസിഷനാണ് പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്. ആധുനിക സൗകര്യം അനുസരിച്ച് എത്ര FIR ഇടുന്നു എന്നുള്ളത് DGPയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് അറിയാൻ കഴിയും. ഒക്ടോബർ 2 മുതൽ എന്റെ ഓഫീസിൽ എനിക്കറിയാൻ കഴിയും. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും എത്ര FIR ഇട്ടു, എത്ര എണ്ണത്തിൽ തീരുമാനമായി, എന്തുകൊണ്ട് തീരുമാനമാകുന്നില്ല, ഇതിനെ സംബന്ധിച്ചുള്ള മന്ത്ലി റിപ്പോർട്ട്
ഹോം മിനിസ്റ്റർക്ക് കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനം ഒക്ടോബർ 2 മുതൽ പൂർത്തിയാക്കാൻ പോവുകയാണ്. അപ്പൊ ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാകും. ഒരു പെറ്റീഷൻ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടന്നാൽ ഒരു പരിഹാരമില്ല. അപ്പോഴാണ് അസംതൃപ്തി ഉണ്ടാകുന്നത്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കിട്ടുന്ന പരാതി അന്വേഷിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കാൻ SHOയ്ക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും കഴിയണം. അങ്ങനെ റെസ്പോൺസിബിളായ പോലീസിംഗ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലീസിൽ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാകും, സ്റ്റേഷനിലെ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാകും. അങ്ങനെ ഓരോ പൗരനും ഇതെന്റെ പോലീസ് സ്റ്റേഷനാണ്, മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയാൻ കഴിയത്തക്ക നിലയിൽ എഫിഷ്യന്റായി പോലീസ് സേനയെ, പോലീസിന്റെ പ്രവർത്തനങ്ങളെ സ്റ്റേഷൻ തലത്തിൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് മൈ പോലീസ് എന്നുള്ളതിന്റെ ലക്ഷ്യം. അപ്പൊ തന്നെ ബാലരാമപുരത്ത് ജനങ്ങൾ മുന്നോട്ട് വന്ന് പോലീസ് സ്റ്റേഷൻ കെട്ടിക്കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് അത്ഭുതപ്പെട്ടു. എന്നെ അവർ വന്ന് കണ്ടു പറഞ്ഞു, സാറേ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ പണിയാണ്, ജനങ്ങൾ പൈസ പിരിച്ചു കൊടുത്ത് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസ് പണിയുകയാണ്. അപ്പൊ അത്തരം ഒരു ഫീലിംഗ്, ഇതെന്റെ പോലീസ് സ്റ്റേഷനാണ്, എന്റെ CI ഓഫീസാണ്, ഇത് വൃത്തിയായി കിടക്കണം. ഏറ്റവും ഞാൻ മുൻഗണന കൊടുക്കുന്ന ഈ ആവശ്യമില്ലാത്ത ആക്രി സാധനങ്ങൾ മുഴുവൻ മണലോറി പിടിക്കുന്നു. ആ മണലോറിയുടെ അകത്ത് മരം കിളിച്ചു എന്നാൽ പോലും അത് മാറ്റുന്നില്ല. ഏറ്റവും പ്രധാനമായി ഞാൻ DGPയുമായി സംസാരിച്ച് തീരുമാനമെടുത്തത് ഇത്തരം വാഹനങ്ങളൊക്കെ ഒന്നുകിൽ ഇത് തൂക്കി വിൽക്കണം, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മാറ്റണം. അത് കോടതിയിലുണ്ടെങ്കിൽ അത് കോടതിയിൽ പറഞ്ഞിട്ട് മാറ്റണം. പലയിടത്തും പാമ്പും പഴുതാരയും വന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് ആൾ കയറാൻ വയ്യാത്ത അവസ്ഥയാണ്. അതെല്ലാം ഇപ്പം ഓഗസ്റ്റ് 15 ഇതെല്ലാം മാറാൻ പോവാണ്. എവിടെങ്കിലും മാറ്റിയില്ലെങ്കിൽ അവിടുത്തെ SHOയ്ക്കായിരിക്കും അതിന്റെ ചുമതല, അതിന്റെ ഉത്തരവാദിത്വം, അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും. എല്ലാ പോലീസ് സ്റ്റേഷനും കഴുകി വൃത്തിയാക്കി. നമ്മൾ തമിഴ്നാട്ടുകാരുടെ ബസ് കണ്ടിട്ടുണ്ടോ? അവരുടെ ട്രാൻസ്പോർട്ട് ബസ് രാവിലെ ഡ്രൈവറും കണ്ടക്ടർ പറഞ്ഞ് ആ ബസ് കഴുകി വൃത്തിയാക്കി ഒരു മാലയിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാണ് ബസ് ഓടിക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും KSRTC ബസ്സിൽ ഏതെങ്കിലും ഒരു ഡ്രൈവറോ കണ്ടക്ടറോ ആ ബസ്സിന്റെ ഒരു തൊട്ടി വെള്ളം കുടിക്കാറുണ്ട്. തമിഴ്നാട് നമ്മൾ എപ്പോഴും കാണുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഫീലിംഗ് വേണം, ഇറ്റ് ഈസ് മൈൻ, ഇത് എന്റേതാണ്. ഗവൺമെന്റ് എന്ന് പറയുന്ന ആരുടെ? ജനങ്ങളുടേതാണ്. ഗവൺമെന്റ് സ്ഥാപനം ആരുടെ? ജനങ്ങളുടെ സ്ഥാപനമാണ്. പോലീസ് സ്റ്റേഷൻ ജനങ്ങളുടെ സ്ഥാപനമാണ്. KSRTC നമ്മുടെ സ്ഥാപനമാണ്. സർക്കാർ നമ്മുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കുന്നതാണ് ഇതെല്ലാം. പക്ഷെ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ഇന്ന് കേരളത്തിൽ വൻപിച്ച മുന്നേറ്റമാണ്. എല്ലാവരും ഇന്ന് ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ആ പദ്ധതി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ ആ പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ, മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ നമ്മൾ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അടുത്ത ഘട്ടം നമ്മൾ ഉടൻ ആരംഭിക്കുകയാണ്. ഇതുവരെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട്, കോളേജുകളുമായി ബന്ധപ്പെട്ട്, ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടന്നിരുന്നെങ്കിൽ സാമൂഹിക സംഘടനകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, മതസംഘടനകൾ എല്ലാവരും ഇതിന് മുമ്പിലുണ്ട്. എല്ലാ പ്രതിപക്ഷ MLAമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അടുത്ത ഘട്ടം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള അവരുമായി ചേർന്ന് തുഫാൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പദ്ധതി ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുമായി സംസാരിച്ച് അതിന്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുകയാണ്. എത്രയും പെട്ടെന്ന് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഗ്രാമസഭകളും എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന വിപുലമായ തുഫാൻ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ പോവുകയാണ്. എല്ലാ പഞ്ചായത്ത് ഓഫീസിലും തുഫാൻ പതാകകൾ ഉയർത്തിക്കൊണ്ട് കേരളമൊട്ടാകെ ഓപ്പറേഷൻ തുഫാന് വേണ്ടിയിട്ടുള്ള ജനകീയ മുന്നേറ്റമാണ് അടുത്ത ഘട്ടം.
ഇത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കില്ല. മയക്കുമരുന്ന് ലോബി കരുതുന്ന ഇതങ്ങ് നിൽക്കാൻ പോവാണ്, നിൽക്കും. ഇത് നിൽക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? കേരളത്തിൽ മയക്കുമരുന്നില്ലാതാകുന്ന ദിവസം മാത്രമേ ഓപ്പറേഷൻ തുഫാൻ അവസാനിക്കുകയുള്ളൂ. കേരള പോലീസിൽ പ്രത്യേക സംവിധാനം ഇതിനുണ്ടാവുകയാണ്. നോഡൽ ഓഫീസർ, ഒരു IG നിലത്തിലുള്ള നോഡൽ ഓഫീസർ, താഴെ DYSP, CI, SI ഉൾപ്പെടെയുള്ള ഒരു ഔദ്യോഗിക സംവിധാനം നാർക്കോട്ടിക് പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായം കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പത്തനംതിട്ട ഒരു മോഡൽ ജില്ലയായി, കേരള പോലീസിന്റെ ഒരു മോഡൽ ജില്ലയായി പത്തനംതിട്ട ജില്ല മാറുകയാണ്. ഞങ്ങൾക്ക് 20 പോലീസ് ജില്ലയുണ്ട്. റവന്യൂ ജില്ല 14 ആണെങ്കിലും പോലീസിന് 20 പോലീസ് ജില്ലയുണ്ട്. ആ 20 പോലീസ് ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ശബരിമല കൂടിയുള്ള സ്ഥലമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ജില്ലയായി ISO സർട്ടിഫിക്കറ്റോട് കൂടി ഇത് മാറുന്നു.